ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതിക്ക് കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ ഉടനെ സ്റ്റാറ്റസ് ഇട്ടു എന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ഡെയിലി ഒരു അജണ്ട തയ്യാറാക്കുകയാണ് രേണുസുതി. അതൊക്കെ എന്തൊക്കെ പുറത്തു പോകണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആള് തയ്യാറാക്കി വെക്കും. തയ്യാറാക്കി വെച്ചിട്ട് അതിലേക്കുള്ള വഴി എന്താണ്, മീഡിയക്കാർ മുഴുവൻ കാണാവുന്ന വഴി സ്റ്റാറ്റസ് ഇടുകയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റസ് ഇട്ട് ആള് വെക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് എനിക്ക് കൂട്ട് വേണമെന്ന് പറഞ്ഞ് സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ പിറ്റേ ദിവസം ഫസ്റ്റ് ചോദിക്കുന്നത് എന്തായിരിക്കും? ഈ കല്യാണ വിവരം തന്നെയായിരിക്കും അല്ലേ? ഈ രേണുസുതി ഈ മുതുക്കിത്തള്ളയുടെ കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞ് എത്ര എന്ന് വെച്ചിട്ടാ ഡെയിലി ഇവര് ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ കുറേ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് കേട്ടാ. അതൊക്കെ നമ്മൾ പറയാൻ പോവാണ്. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ രേണുസുതി പറയുന്നത്, നമ്മൾ മനുഷ്യരല്ലേ, പല ഇമോഷൻസ് ഉണ്ടാവില്ലേ, പലതരം ഇമോഷൻസ് വികാരങ്ങളൊക്കെ കടന്നു പോകുമ്പോഴേ അയ്യോ എനിക്ക് വയ്യ. അതൊക്കെ കടന്നു പോകുന്ന സമയത്ത് രേണുസുതിക്ക് അപ്പോഴാണ് സ്റ്റാറ്റസ് ഇട്ട് കളിക്കാൻ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ സ്റ്റാറ്റസ് ഇടും. മീഡിയക്കാരത് അപ്പൊ തന്നെ ക്യാച്ച് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അതാ ഇന്ന സ്ഥലത്തേക്ക് വരുന്നു എന്നും പറഞ്ഞു സ്റ്റാറ്റസ് പിന്നെ അപ്പൊ തന്നെ ഇടും. അപ്പോ രാവിലെ തന്നെ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും. അതാണ് രേണുസുതിയുടെ അജണ്ട കേട്ടോ. അപ്പൊ ശരിക്കും ഈ പെണ്ണൊരുത്തിക്ക് കഴിച്ചൂടെ, കല്യാണം പോയി കഴിച്ചൂടെ, മറ്റുള്ളവരെ അറിയിച്ച് ഈ എന്തിനാണ് നടക്കുന്നത്? നമ്മളെല്ലാവരും കല്യാണം കഴിക്കണം എന്നുള്ളവർ വീട്ടുകാരെയാണ് ഫസ്റ്റ് അറിയിക്കുക അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ കല്യാണം ഒന്നാമത്തെ കല്യാണം വീട്ടുകാർ അന്വേഷിക്കുക, അങ്ങനെയാണ് അറിയിക്കുക. ഇനിയിപ്പോ വീട്ടുകാരില്ലാത്തവര് സ്വന്തമായിട്ട് തന്നെ പ്രേമിച്ച് ഒക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ മീഡിയക്കാരെ അറിയിച്ച് എനിക്കിങ്ങനെ പ്രേമുണ്ട് കേട്ടോ എന്നും പറയുന്നത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. പിന്നെ രേണുസുതി പറയുന്നുണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമങ്ങളുണ്ട്. അതൊക്കെ അവർ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിഷമങ്ങളും ഒക്കെ മനുഷ്യനല്ലേ വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൂട്ട് കണ്ടെത്തി നിങ്ങൾ കല്യാണം കഴിച്ച് പോകണം. അതൊന്നും ചെയ്യാതെ സുധിച്ചേട്ടന്റെ ഈ ഇൻഷുറൻസ് തുക കാത്തു നിന്ന് അത് കിട്ടി പങ്ക് പറ്റിയതിന് ശേഷം പോകാം എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ഉം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോ, എന്നിട്ട് ഇൻഷുറൻസ് തുക പകുതി നിങ്ങൾ എടുത്തേക്ക്, എന്നിട്ട് ബാക്കി കുട്ടികൾക്ക് കൊടുത്താൽ മതി. പിന്നെ നാട്ടുകാരെയല്ല നമ്മൾ ആരും അറിയിക്കാറില്ല. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം കുറഞ്ഞവരാണ് ഇപ്പൊ ആലോചിച്ച് വരുന്നത് എന്ന് പറയുന്നത്. ഇവളെക്കാളും നന്നായിട്ട് പ്രായം കുറഞ്ഞ 5, 10, 15 വയസ്സുള്ളവരൊക്കെ കുറഞ്ഞവരാണ് ആലോചിച്ച് വരുന്നത് എന്ന് പറയുന്നു. അവരൊക്കെ ഈ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ വാട്സപ്പ് നമ്പർ, സ്റ്റാറ്റസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രായം കുറഞ്ഞവർക്ക്. ഇനിയിപ്പോ ഇൻസ്റ്റയിലും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ആള്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഈ രേണുസുധിയുടെ സ്റ്റാറ്റസ് കാണാവുന്ന തരത്തിലുള്ള പാകം രേണുസുധി തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടാ. എന്റെ ഇമോഷൻസ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് പങ്കിടുന്നത്, അതിലിപ്പോ എന്താ തെറ്റുള്ളത് എന്നൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ആ വോയിസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് വരാം. കഴിഞ്ഞ തവണ നമ്മളൊരു ചാനലിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ചേച്ചി ഒറ്റയ്ക്ക് ജീവിതം എടുത്ത് വരനെ തേടുവാണെന്നുള്ളത്. വരനെ തേടുവാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സ്റ്റോറി ഇട്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ മാനസികാവസ്ഥ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കൂടുതൽ തലച്ചോറ് പ്രവർത്തിക്കുന്നതാണ് പുരുഷന്മാരെക്കാളും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുവാണ്. അപ്പം നമുക്ക് ഒരുപാട് ചിന്തകളും എന്താ പറയുക, ഒരുപാട് ചിന്തകൾ കാണും. ആ ഒരു ചിന്തയിൽ ചിലപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നിക്കാണും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻസ് എന്തായാലും സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാലോ, എവിടെ പോയാലും ഞാൻ സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്നതാണ്. സോ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടു. അത് എൻ്റെ ഇഷ്ടമല്ലേ, അന്നത്തെ ചിന്തയിൽ ഞാൻ ഇട്ട സ്റ്റോറിയാണ്. അതിനിടയിൽ ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. കുറെ കൂട്ട് വേണമെന്ന് തോന്നി, അപ്പൊ ഞാനത് സ്റ്റാറ്റസ് അത്രേ ഉള്ളത്. അത് വിവാഹം കഴിക്കണമെന്നോ കഴിക്കാൻ പോവാന്നോ കഴിച്ചെന്നോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ മനുഷ്യരല്ലേ, ഒരു കൂട്ടോ ജീവിതത്തിൽ എപ്പോഴും വേണം. പ്രപ്പോസ് ഒരുപാട് പേര് ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റാറ്റസ് ഇട്ടതിനെ തുടർന്ന് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ട്. എല്ലാ ഇളയത്തങ്ങളാണ്, അതുകൊണ്ട് അച്ചടാ, എന്തോരം പ്രൊപ്പോസൽസാ വരുന്നത്, ഒക്കെ ഇളയത്തങ്ങളാ. അതെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ ഇന്നലെ പറഞ്ഞു പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് പറയുന്നു സെലക്ട് ചെയ്യുന്നത്. ഈ പെണ്ണുടത്തേക്ക് എന്താ ഏതെങ്കിലും ഒന്നെ സെലക്ട് ചെയ്തൊന്ന് കല്യാണം കഴിച്ച് പോ പെണ്ണുമ്പിള്ളേ. അടുത്തത് നമുക്ക് പറയാട്ടോ, സുധിച്ചേട്ടനായിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? അതായത് ഓർമ്മിക്കുന്ന വളരെയധികം ഉം, എന്താ പറയാ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആ മൊമെന്റ് ഒന്ന് പറയാൻ പറ്റുമോ ചോദിച്ചപ്പോ പറയുന്നത്, ഞങ്ങൾക്കെല്ലാം
ഞങ്ങൾക്കെല്ലാം നല്ല മൊമെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് സുധിച്ചേട്ടനായിട്ട്. ഒന്നും ചീത്ത മൊമെന്റ്സ് ഉണ്ടായിട്ടില്ലാന്ന്. ശരി തന്നെയാണ്. ഞങ്ങള് ഒരുപാട് മൊമെന്റ്സ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതും, ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ബിസ്ക്കറ്റ് മേടിക്കാൻ കാശില്ല, അരി മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് തെണ്ടണതും, അതുപോലെ തന്നെ ഭക്ഷണം ഈ രേണുസുതി എന്ന് പറഞ്ഞ ആള് ഭക്ഷണം അധികം കഴിക്കാത്ത ആളാണ്. ഈ ആള് കൂടുതലും ഫ്രൂട്ട്സിന്റെ ചാറാണ് കഴിക്കുന്നത്. എന്തോ കാട്ടിലെ എന്തോ ഒരു മുനിയുടെ മകൾ അങ്ങനെ തോന്നുന്നു മൂപ്പരാള്. അതുകൊണ്ടാ തോന്നുന്നു. ഈ ഫ്രൂട്ട്സിന്റെ ചാറ് മാത്രം കഴിക്കും ഫുൾ ടൈം. അപ്പോ ഈ ഫ്രൂട്ട്സിന്റെ ചാറ് മാത്രം കഴിക്കുന്നവർക്ക് ഒരുപാട് പൈസ വേണം. കാരണം ഫ്രൂട്ട്സിന്റെ ചാറിന് ഭയങ്കര വിലയാണല്ലേ. സാധാരണ വെള്ളം അടിച്ചിട്ടൊന്നല്ല ആക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയും വേണം. അപ്പൊ ഈ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സുധി? മറ്റുള്ളവർ നിരന്നിട്ടാണ്. പക്ഷെ ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കില്ല. അപ്പൊ വിശപ്പിന്റെ വിളി വരുന്ന സമയത്ത് ഫ്രൂട്ട്സ് ചാറ് മാത്രം അല്ലെ. ആള് ഭയങ്കര സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ആ മൊമെന്റ്സ് ഞങ്ങൾ അത്യാവശ്യം ഭീഷണി മുഴക്കുന്നതും ഇരക്കുന്നതും ഒക്കെ ഞങ്ങൾ ആ മൊമെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല മൊമെന്റ്സ് ആയിട്ടാണ് മൂപ്പരാള് പറയുന്നത് ട്ടോ. പക്ഷെ ഇവിടെ പറയുന്ന മൊമെന്റ് ഏതാ വെച്ചിട്ടുണ്ടെങ്കില് ആളും സുധിച്ചേട്ടൻ എവിടെയോ പോയിട്ട് വരുന്ന സമയത്ത് മൂപ്പരാള് ഈ പറയുന്ന രേണുസുതി അതുപോലെ തന്നെ അതിന്റെ മകനും കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലത്തായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കുറേ ട്രെയിൻസ് വന്നിട്ടും സുധിച്ചേട്ടനെ കാണാനില്ല. 12 മണിയായി, 10 മണിക്ക് വരുമെന്ന് പറഞ്ഞ ആള് അവസാനം പോലീസിൽ പോയിട്ട് ഒരു കരഞ്ഞ് നിലവിളിച്ച് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അവിടെ തന്നെ റെയിൽവേ പോലീസിൽ കൊടുത്തു. റെയിൽവേ പോലീസ് വന്ന് ആ ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ 2 കാലുകൾ കണ്ടപ്പോൾ സുധിച്ചേട്ടൻ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അറിഞ്ഞിട്ടില്ലാന്ന്. എന്നിട്ട് അതൊരു നല്ല മൊമെന്റാന്നാ പറയുന്നത്. അപ്പൊ ഇത്രയും വേദനിച്ച മൊമെന്റ് ആയിരുന്നോ നിങ്ങൾക്ക് നല്ലൊരു മൊമെന്റ് ആയിട്ട് തോന്നിയത്? എനിക്ക് മനസ്സിലായില്ല. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഇത്ര നാളായി ചേച്ചി ആ സുധിച്ചേട്ടനുമായിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു മൊമെന്റ് എന്ന് പറയാൻ പറ്റും? അയ്യോ, സുധിച്ചേട്ടനുമായിട്ട് എല്ലാം നല്ല മൊമെന്റ്സ് ആണ്. കാരണം ചേട്ടൻ ഭയങ്കര പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു മൊമെന്റ് എന്തായിരിക്കും? ഓ ഒരു പ്രാവശ്യം ട്രെയിനിലായിരുന്നു ഏട്ടൻ ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്നത്. അതായത് കൊല്ലത്ത് ഇത്ര ടൈമിൽ, അതായത് ഞാനും കിച്ചുവും കൊല്ലത്തെ വീട്ടിലായിരുന്നു. അപ്പൊ ചേട്ടൻ 11 മണിയുടെ ട്രെയിൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാനും കിച്ചു ഒരു 10 മണിയായപ്പോ തന്നെ ഞങ്ങൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ഞാൻ കിച്ചു വന്ന് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏജ്. ഞങ്ങൾ നോക്കി ട്രെയിൻ വന്നിട്ടും ആളെ കാണുന്നില്ല. അതായത് ട്രെയിനൊക്കെ ആ സമയം കഴിഞ്ഞു. കുറെ ട്രെയിൻ ഇങ്ങനെ മാറ്റി അവിടെ ഇവിടെ ഓരോ ട്രാക്കിൽ ഇട്ടേക്കുക. ഞങ്ങൾ കിടന്ന് ടെൻഷൻ. 12 മണിയായിട്ടും ആളില്ല. പിന്നെ ഞാനും കിച്ചും കൂടെ കരഞ്ഞ് നിലവിളിച്ച്, ഞാൻ ഭയങ്കര സൂചന കാണുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ ഓഫ്. ഞാനും കിച്ചും കൂടെ നടന്നിട്ട് ഒരു പോലീസുകാരനോട് പറഞ്ഞു. അയാള് അങ്ങേരത്തെ ട്രെയിനായിരുന്നു, അതവിടെ കിടക്കുക. ആ ടോർച്ച് അടിച്ച് ട്രെയിനിന്റെ ലൈറ്റ് എല്ലാം ഓഫാണ്. ടോർച്ച് അടിച്ച് നോക്കിയപ്പോ ഒരാൾ ഒരു ഷൂ കണ്ട് ഉറങ്ങിപ്പോയി. നോക്കിയപ്പോ സൂചിച്ചാട്ട് പിന്നെ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നു. ഉറങ്ങിപ്പോയി ആള്. അത് ഒരു മറക്കാൻ ഓക്കെ. രേണുസുതിക്ക് ഇങ്ങനെയുള്ള മൊമെന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ രേണുസുതി ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അത് വളരെ എനിക്കും അങ്ങനെ തന്നെയാണ്. രേണുസുതിയുടെ അഭിപ്രായം തന്നെയാണ്. ഒരു 20% ആണുങ്ങളും വീട്ടിൽ കെട്ടിയോനില്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ വേറൊരു കണ്ണിൽ കൂടെ കാണും എന്ന്. ആ ഒരു ശരി തന്നെയാണ് രേണുസുതി പറഞ്ഞത്. കാരണം എല്ലാ ആണുങ്ങളെയും പറയുന്നില്ല, ഞാൻ പറയുന്നു 20% ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നു. വേറെ കണ്ണിൽ കൂടെ ഈ പെണ്ണിന്റെ അടുത്ത് എന്ത് വേണമെങ്കിൽ പറയാം എന്നുള്ള ലെവലിലായിരിക്കും ഒരു 20% ആണുങ്ങളും. മറ്റു എല്ലാ ആണുങ്ങളെയും പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആണുങ്ങൾ ഇതിലുണ്ട് കേട്ടോ. നല്ല സ്വഭാവമുള്ള ആണുങ്ങൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി എവിടെ നമ്മൾ എത്തിപ്പെട്ടാലും പെട്ടെന്ന് നമ്മൾ കൂടുതൽ സഹായിക്കുന്ന ആണുങ്ങളായിരിക്കും, പെണ്ണുങ്ങളായിരിക്കില്ല നമ്മളെ സഹായിക്കുന്നത്. വഴി പറഞ്ഞു തരാനാണെങ്കിലും എന്ത് കാര്യത്തിനും മടിയില്ലാതെ, അസൂയയില്ലാതെ, ദേഷ്യമില്ലാതെ ഒക്കെ ചെയ്യുന്നത് ഈ ആണുങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ അവരിൽ തന്നെ 20% ഉണ്ട്. ഇവരെ കൂടെ ആണുങ്ങളില്ല അല്ലെ, കെട്ടിയോ ഇല്ല അല്ലെ, എന്നൊന്ന് മുട്ടി നോക്കാം എന്നുള്ള ലെവൽ. ആണുങ്ങൾ വേറെ കണ്ണുകൂടെ കാണോ? അത് കാണും. അത് എല്ലാവരും ഇല്ല, എല്ലാരും ഞാൻ പറയത്തില്ല, കാണും. ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കാണും. അങ്ങനെയാണ്. അതൊരു നമ്മുടെ ഒരു അതായത് ഒന്ന് കെട്ടിയതാണല്ലോ, ഇപ്പൊ കൂടെ ഒരാളില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ആണുങ്ങൾ രണ്ടു തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരും അല്ല. എല്ലാരും ഞാൻ അടക്കി പറഞ്ഞല്ല. ഈ വനിതാനത്തെ ഒരിക്കലും ആണുങ്ങളെ ഞാൻ അധിക്ഷേപിച്ചതല്ല. ചില ആണുങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ കെട്ടിയാലല്ല ആ രീതി നിങ്ങൾക്ക് അറിയാലോ. എനിക്കിപ്പോ പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ രീതി കാണുന്നവരും. ഇതിനോടൊരു പെണ്ണെന്ന രീതിയിൽ ഞാനും യോജിക്കുന്നുണ്ട്. രേണുസുതി അതൊരു 90% പൊള്ളയായ കാര്യങ്ങൾ പറയും, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമെങ്കിൽ ഒരു 10% നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. ആൾക്ക് അനുഭവത്തിൽ നിന്നുണ്ടായതായിരിക്കാം നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ